അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ 171 വിമാനാപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനും മറ്റു ബന്ധപ്പെട്ട അധികൃതർക്കും അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ബ്യൂറോയുടെ പ്രാഥമിക വിലയിരുത്തലിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവിടുമെന്നാണ് സൂചന. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തെന്ന് അറിവായിട്ടില്ല. ജൂൺ 12-ന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് 32 സെക്കൻഡിനുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും 2 പൈലറ്റുമാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. 11A സീറ്റിലിരുന്ന ഒരാൾ മാത്രമാണ് അത്ഭുതകരമായ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടെടുത്തിരുന്നു. സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുംബൈയിൽ അപകടത്തിനു കാരണമായ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇരട്ട എഞ്ചിൻ തീജ്വാലയ്ക്ക് കാരണമായേക്കാവുന്ന വൈദ്യുത തകരാറുകൾ പുനഃസൃഷ്ടിക്കാനാണ് പരിശീലനം ലഭിച്ച പൈലറ്റുമാർ ശ്രമിച്ചത്. എന്നാൽ ഈ ശ്രമം വിജയിച്ചില്ല. വിമാനത്തിന്റെ നിർണായക ഘട്ടത്തിൽ പൈലറ്റുമാർ ഏതെങ്കിലും എഞ്ചിനുകൾ അബദ്ധത്തിൽ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയും നടന്നു. ഇരട്ട എഞ്ചിൻ തകരാറാണോ അപകടത്തിന് കാരണമായതെന്നും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം ചേർന്നു. വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കമ്മിറ്റി മുമ്പാകെ ഹാജരായി. വ്യോമയാന സെക്രട്ടറി, DGCA തുടങ്ങിയവരെ കമ്മിറ്റി മുമ്പാകെ വിളിച്ചു വരുത്തിയെന്നാണ് സൂചന. യാത്രാ നിരക്കുകൾ, വിമാനത്താവളങ്ങളിലെ സേവനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നതെങ്കിലും സുരക്ഷാ വിഷയങ്ങളും ചർച്ച ചെയ്തു.